السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. ഏറെ ആദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഏകനായ പടച്ചറബിന്റെ വിധിവിലൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കാൻ റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് എല്ലാവർക്കും തന്നെ മാന്യമായ ഇടം നൽകി അള്ളാഹു നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബാദികളെയും ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. റബ്ബ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 1-2 ആഴ്ചകളിൽ ചില സാങ്കേതികമായ പ്രയാസങ്ങൾ, നാട്ടിൽ പോക്കും വരവൊക്കെ ആയിട്ടുള്ള സമയങ്ങളായിരുന്നു. അതുകൊണ്ട് നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ക്ഷമ ചോദിക്കുകയാണ്. ഒരു കുറഞ്ഞ സമയം നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിലിരിക്കാം. ഒരായത്തെങ്കിലും നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് അതിന്റെ ആശയങ്ങളിലേക്ക്, അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 113-ാമത്തെ ആയത്താണ് 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 47-ാമത് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മളെ ഇത് കേൾക്കാനും അറിയാനും ഇതിനുള്ള ആശയങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഏറെ ഉപകാരപ്പെടുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ. ആമീൻ. 113-ാമത്തെ ആയത്ത്. وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. അപ്രകാരം അറബിയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമായി നമ്മൾ ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിൽ നാം താക്കീത് വിവിധ തരത്തിൽ വിവരിച്ചിരിക്കുന്നു. അവർ സൂക്ഷ്മതയുള്ളവരാകുകയോ അവർക്ക് ബോധമുളവാക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറയുന്ന ഒരായത്താണ് എന്ന് ഇത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും. പരിശുദ്ധ ഖുർആൻ അവതരിച്ചിരിക്കുന്നത് അറബിയിലാണ്. അതില് വിവിധ താക്കീതുകൾ വിവിധ രൂപത്തിൽ വിവരിച്ചിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ വിവിധ രൂപത്തിൽ താക്കീതുകളൊക്കെ ഖുർആനിൽ വിവരിച്ചിരിക്കുന്നത്? സൂക്ഷ്മതയുള്ളവരാകാനാണ്, അല്ലെങ്കിൽ ബോധമുള്ളവരാകാൻ വേണ്ടിയാണ്. അങ്ങനെ 2 കാരണങ്ങളും അതിൽ വിശദീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട്
നമുക്ക് ഇന്ന് ഖുർആനെ സംബന്ധിച്ച് പറയണം, അത് അറബിയിലാണ് എന്ന വിഷയം പറയണം, അതിൽ വിവിധ തരത്തിലുള്ള താക്കീതുകൾ വിവരിച്ചിരിക്കുന്നു എന്ന വിഷയം നമുക്ക് കൈകാര്യം ചെയ്യണം. അതേപോലെ എന്തിനാണ് ഇങ്ങനെ താക്കീതുകൾ പറഞ്ഞിരിക്കുന്നത്? സൂക്ഷ്മതയുള്ളവരാകാനാണ്. അതേപോലെ ബോധമുള്ള ആളുകൾ ബോധമുളവാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നിങ്ങനെ അതിന്റെ കാരണങ്ങൾ പറഞ്ഞതും വിശദീകരണത്തിന് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഒരുപാട് വിശദീകരണങ്ങൾ അർഹിക്കുന്ന ഒരായത്തായതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഈ ആയത്തിലൂടെ മാത്രമായി ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ടുപോകേണ്ടതായിട്ട് വന്നേക്കാം. അല്ലാഹു നമ്മെ കേൾക്കാനും അറിയാനും അതിന്റെ ജീവിതത്തിൽ അതിൻ്റെയൊക്കെ തെളിച്ചമാകാനും ഒക്കെ റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞ ഈ ആയത്തിൽ ഉള്ള പദങ്ങൾ നമുക്ക് അറിയാവുന്ന പദങ്ങളായതുകൊണ്ട് കൂടുതൽ അതിന്റെ വിവിധ തലങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിലുള്ള ചില പദങ്ങൾ അമലു എന്നൊക്കെ അറിയാം, അവർ പ്രവർത്തിക്കുന്നുള്ള ഒരു വാക്ക് നമ്മൾ പഠിച്ചതാണ്. യഖാഫു, ഖാഫ യഖാഫു, ഖൗഫുൻ, ഈ വാക്കുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അതിന്റെ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. സർറഫിന എന്നൊരു വാക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം നാം വിവരിച്ചു എന്നാണ്. മറ്റൊരർത്ഥം അതിന്റെ പല രൂപത്തിൽ പറഞ്ഞു എന്നാണ്. അറബിയിലുള്ള ഏത് വാക്കുകൾക്കും സർഫ് ഒരു ക്രിയ, ഒരു പദം എടുത്താൽ അത് സർഫാക്കുക എന്ന് പറയാറുണ്ട്. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന, ഫഅൽത, ഫഅൽതുമാ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന എന്നൊക്കെ പറയുന്ന ആ രൂപത്തിൽ പറയുന്ന ഒരു പേരാണ് നമ്മൾ സർഫാക്കുക എന്ന് പറയുന്നത്. അപ്പൊ വിവിധ രൂപത്തിൽ പറഞ്ഞു എന്നാണ്. ഒരു മൂന്നക്ഷരമുള്ള ഒരു ക്രിയ അതിന്റെ പിന്നെ ഫതഹും ലമ്മും കസറും ഒക്കെ അത് കൊടുത്തിട്ടും അതേ രൂപത്തിൽ അതിൽ ചില അക്ഷരങ്ങൾ വർദ്ധിപ്പിച്ചിട്ടും ഒക്കെ വിവിധ രൂപത്തിൽ പറയുന്നതിനാണ് സർഫാക്കുക എന്ന് പറയുന്നത്. ഇവിടെ വിവിധ രൂപത്തിൽ വിവരിച്ചിരിക്കുന്നു എന്നാണ്. വിവിധ രൂപത്തിൽ അല്ലാഹു ഖുർആൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. വായിദ്, താക്കീത്, മുന്നറിയിപ്പ്. യുഹദിസു, അത് പുതുതായി ഉണ്ടാക്കുന്നു. തഹദീസ്, അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് തഹദീസ് എന്നാണ് പറയുക. ഒരു കാര്യം പുതുക്കുക എന്ന അർത്ഥത്തില്. ദിക്റിന്റെ ഓർമ്മ, ചിന്ത, ഓർമ്മ പുതുക്കിയേക്കാൻ നമുക്ക് ഓർമ്മ ഉണ്ടാകും. പക്ഷെ ഖുർആനിലൂടെ നമ്മളിങ്ങനെ വീണ്ടും അത് കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മുടെ ചില ഓർമ്മകൾ പുതുക്കപ്പെടുകയാണ്. നമ്മുടെ ചിന്ത അത് പുതുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഉത്ബോധനം നേടിത്തരികയാണ് ചെയ്യുന്നത്. അതാണ് ഖുർആൻ ചെയ്യുന്ന ഉപകാരം എന്ന് പറയുന്നത്, നമുക്ക് അതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത്. ഖുർആനൻ അറബിയെന്നാണ്. ഖുർആൻ ഖുർആൻ എന്ന വായിച്ചു എന്നല്ലേ. അപ്പൊ ഖുർആൻ എന്നു പറഞ്ഞാൽ അത് വായിക്കുന്നതാണ്, വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് എന്നാണല്ലോ അതിനർത്ഥം, അല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. അത് വെറുതെ പറയുന്നതല്ല, അതിന് ചില കാരണങ്ങളുണ്ട്. നിത്യവും 5 നേരത്തെ നമ്മുടെ നമസ്കാരത്തിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ അത് ഖുർആനിലെ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യാൻ നമസ്കാരമില്ല. ഓരോ ഫർദ് നമസ്കാരത്തിലെയും ആദ്യത്തെ 2 റക്അത്തുകളിൽ സൂറത്ത് പാരായണം ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, ലോകത്തുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങൾ 5 നേരത്തെ അവരുടെ നിർബന്ധ നമസ്കാരങ്ങളിലും സുന്നത്ത് നമസ്കാരങ്ങളിലും ഒക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. പിന്നെന്താ അതിനുള്ള കാരണം എന്നറിയോ? ഈ പറയാൻ ശുദ്ധ ഖുർആനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്നത് എന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ? ലോകത്ത് മറ്റേതൊരു ഗ്രന്ഥത്തെക്കാളും കൂടുതൽ ആളുകൾ ഹിഫ്ളാക്കിയിട്ടുള്ള ഗ്രന്ഥം ഏതാണ്? അത് പരിശുദ്ധ ഖുർആനാണ്. ലക്ഷക്കണക്കിന് ഹാഫിളുകളുണ്ട് ഇവിടെ. വള്ളി വ്യത്യാസമില്ലാതെ ഇത് ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്.
മൂന്നാമത്തെ മറ്റൊരു കാരണം, പരിശുദ്ധ റമദാൻ മാസത്തിൽ ലോകത്തെ മുസ്ലിങ്ങൾ എല്ലാവരും തന്നെ എന്ന് പറയാം ഖുർആൻ മുഴുവനായി പാരായണം ചെയ്യുന്നതിന്, അത് കേൾക്കുന്നതിന് ഒക്കെ പ്രത്യേക സമയം മാറ്റിവെക്കുന്നുണ്ട്. റമദാനിലെ രാത്രി നമസ്കാരങ്ങളിൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ വിവർത്തനങ്ങൾ, പരിഭാഷകൾ ഒക്കെ ഉണ്ടെങ്കിലും ലോകത്തെവിടെയുള്ള മുസ്ലിങ്ങളും ഖുർആൻ അതിന്റെ യഥാർത്ഥ അറബി ഭാഷയിൽ തന്നെയാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നതുകൊണ്ട് പാരായണത്തിന് ഒരു ഏക രൂപം നൽകുന്നുണ്ട്. ചില ആളുകളൊക്കെ ചില വേദഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നത്, ചിലർ ഇംഗ്ലീഷിൽ വായിക്കും, ചിലർ മലയാളത്തിൽ വായിക്കും, ചിലർ മറ്റേതെങ്കിലും ഭാഷകളിലൊക്കെയാണ് അവരുടെ വേദഗ്രന്ഥങ്ങൾ വായിക്കുന്നത്, അല്ലേ? എന്നാൽ വിശുദ്ധ ഖുർആൻ എത്ര പരിഭാഷകളുണ്ടെങ്കിലും, ഏതൊക്കെ ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും, എല്ലാവരും തന്നെ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്നത് അറബി ഭാഷയിലാണ്. അറബി ഭാഷയാണ് ആ വിശുദ്ധ ഖുർആൻ അവതീർണമായ ആ ഭാഷ തന്നെയാണ് അവർ അതിനായി തെരഞ്ഞെടുക്കുന്നത് എന്നാണ്. അതേപോലെ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പ്രത്യേകമായ ഒരു ശാസ്ത്രമുണ്ടല്ലോ, ഒരു കലയുണ്ടല്ലോ, തജ്വീദുണ്ടല്ലോ. അങ്ങനെ പാരായണം ചെയ്യുന്നത്, വിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്നത് ഒരു ഇബാദത്താണ്. അത് കൃത്യമായ നിയമങ്ങളോടെ പാരായണം ചെയ്യാൻ ലോകത്തുള്ള എല്ലാ ഭാഗങ്ങളിലും പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഇനി വിതരണത്തിന്റെ കാര്യത്തിലും വിവർത്തനങ്ങളുടെ കാര്യത്തിലും ഒക്കെ നോക്കുമ്പോഴും ഖുർആൻ ഒരിക്കലും പിന്നിലല്ല, ഏറ്റവും മുന്നിൽ തന്നെയാണ് എന്ന്. ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ വിതരണം ചെയ്യപ്പെടുന്ന വേദഗ്രന്ഥങ്ങൾ ലോകത്തുണ്ടായേക്കാം. എങ്കിൽ തന്നെയും ഇതിന്റെ വാമൊഴിയായി ഉച്ചരിച്ചുകൊണ്ട് പാരായണം ചെയ്യപ്പെടുന്ന ഒരു വേദഗ്രന്ഥം എന്നുള്ള നിലക്ക് പരിശുദ്ധ ഖുർആനിനെ വെല്ലാൻ മറ്റൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ ഒരു പഠിതാവായി ഇരിക്കുമ്പോ വല്ലാതെ അഭിമാനം തോന്നുന്ന ചില വിശദീകരണങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഖുർആൻ അറബി എന്നാണ്, അറബി ഭാഷയിലുള്ള ഖുർആൻ എന്ന. എന്തുകൊണ്ടാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അറബിയിലായിരുന്നത് കൊണ്ടും അവിടുന്ന് ആദ്യമായി അഭിമുഖീകരിക്കുന്നത് ആരെയാണ്? അറബികളായ ആളുകളെയാണ് അദ്ദേഹം ഒന്നാമതായി അഭിമുഖീകരിക്കുന്ന സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അറബി ഭാഷയിൽ ഖുർആൻ ഇറങ്ങുന്നത്. അറബിയിൽ അല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റേതെങ്കിലും ശൈലിയിൽ ആണ് ഖുർആൻ ഉണ്ടായതെങ്കിൽ അതിന്റെ പ്രബോധനം നിർവഹിക്കുക സാധ്യമാകുമായിരുന്നോ? ഇല്ല. ആ നിലക്ക് ഇസ്ലാമിന്റെ മതഭാഷയും സാംസ്കാരിക ഭാഷയും ആയിരിക്കുവാൻ അറബി ഭാഷയേക്കാൾ കൂടുതൽ അർഹതയുള്ള മറ്റൊന്നും തന്നെയില്ല. അത് ഖുർആനിന്റെ ഭാഷയാണ്. ആ നിലക്കാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഇതിൽ ഇത് പറഞ്ഞത് എന്താ? വസറഫ്നാ ഫീഹി മിനൽ വഈദ്. ഒരുപാട് രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിൽ അതിന്റെ സന്ദേശങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. വിവിധ രൂപത്തിലാണ് ഇതിലുള്ള സന്ദേശങ്ങൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു നിയമപുസ്തകമല്ല, ഒരു ചരിത്ര പുസ്തകമല്ല. അതിനേക്കാളൊക്കെ ഉപരിയായി ഹൃദയത്തെ സ്പർശിക്കുന്ന, യുക്തിയെ ഉണർത്തുന്ന ശൈലിയാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. പറയേണ്ടതില്ലല്ലോ. ഓരോ വ്യക്തിയുടെയും ചിന്താഗതിക്കും സ്വഭാവത്തിനും അനുസൃതമായി സന്ദേശം എത്തിക്കാൻ പാകത്തിലുള്ള അതിമനോഹരമായ ഒരു ശൈലിയാണ് ഖുർആൻ സ്വീകരിച്ചിരിക്കുന്നത്. ആരാണോ പാരായണം ചെയ്യുന്നത് അവരുടെ ചിന്താഗതി എന്താണ്, അവരുടെ സ്വഭാവം എന്താണ്, അതിനനുസരിച്ച് ഓരോരുത്തർക്കും അതിന് ഇഷ്ടം പോലെ അതിൽ നിന്ന് നുകരാൻ സാധിക്കുന്ന ഒരുപാട് സംഗതികളെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയാണ് ഖുർആൻ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ വ്യക്തിയുടെയും ചിന്താഗതിയും ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തിനും അനുസൃതമായി സന്ദേശം എത്തിക്കാൻ പാകത്തിൽ അതിമനോഹരമായ ശൈലിയാണ് ഖുർആൻ സ്വീകരിച്ചിരിക്കുന്നത്. വസറഫ്നാ
എന്നാണ് നമ്മൾ അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാ അതിലുള്ള കാര്യങ്ങൾ, ഖുർആനിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ, നമ്മളൊന്ന് ഓടിച്ചു പോവുക. എന്തൊക്കെ ഉണ്ട് ഖുർആനിൽ? പരിശുദ്ധ ഖുർആനിൽ കഥകളുണ്ട്, ഖസസുകളുണ്ട്. ഖുർആനിൽ ഏറ്റവും ആകർഷണീയമായ ഒരു രീതിയാണ് കഥ പറയാന്നുള്ളത്. എന്തൊക്കെ കഥകളാണുള്ളത് അതില്? മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രമുണ്ട്, വിട്ടുപോയ സമുദായം, കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ അനുഭവങ്ങളുണ്ട്. അതൊക്കെ കഥാപരമായ രൂപത്തിൽ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കേവലം ഒരു വിനോദത്തിന് വേണ്ടി മാത്രമുള്ളതാണോ? അല്ല. ആ കഥകളിലൊക്കെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞുകൊണ്ടാണ്, ഉദാഹരണത്തിന് യൂസുഫ് നബി അലൈഹി സ്വലാമിയുടെ ചരിത്രം ഏറ്റവും നല്ല കഥ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാമിയുടെ കഥ പറയുമ്പോ ഖുർആൻ പറഞ്ഞത് അഹ്സനൽ ഖസസ് എന്നാണ്. ഏറ്റവും നല്ല കഥയാട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ഖുർആനിലുള്ളത്? ഉപമകളുണ്ട്, അംസാലുകളുണ്ട്. സങ്കീർണമായ വളരെ വലിയ ആശയങ്ങൾ ലളിതമായി മനസ്സിലാക്കാണ് സാധാരണ ഉദാഹരണങ്ങൾ പറയല്ലേ. അങ്ങനെ എത്ര ഉദാഹരണങ്ങളാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് ഖുർആൻ പറഞ്ഞൊരു ഉദാഹരണങ്ങൾ, ഉപമകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്ന്, ദൈവവിശ്വാസം. അതിനെ ഖുർആൻ വിശദീകരിച്ചപ്പോ ഉറപ്പുള്ള വേരുകളുള്ള മരത്തോട് ഉപമിച്ചു. അവിശ്വാസത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ കാറ്റിൽ പറക്കുന്ന വെണ്ണീരിനോട് ഉപമിക്കുന്നുണ്ട്. സത്യത്തെ വെളിച്ചത്തോട് ഉപമിക്കുന്നുണ്ട്, അസത്യത്തെ ഇരുട്ടിനോട് ഖുർആൻ ഉപമിക്കുന്നുണ്ട്. ചിലപ്പോ ചിലന്തി വലയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, കഴുതയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഈച്ചയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പ്രകൃതിയിലെ നിസ്സാരമായ വസ്തുക്കളെ പോലും വലിയ സത്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഖുർആൻ മുന്നോട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പഠനത്തിന് വിധേയമാക്കുമ്പോ ഒരു കൊതുകിനെ, ഖുർആൻ കൊതുകിന്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു കൊതുകിന്റെ ശരീരശാസ്ത്രം എടുത്ത് പഠിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അത് മതിയാക്കാനാവില്ല. അത്രത്തോളം ഗംഭീരമായ സംഗതികളാണ് ഒരു കേവലം ഒരു കൊതുകിന്റെ വിഷയത്തിൽ പോലും ശാസ്ത്രത്തിന് ഇന്ന് പഠിക്കാനുള്ളത്. അത്തരം വിഷയങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ പല വിഷയങ്ങളും ഉപമിച്ചിരിക്കുന്നത്. മൂന്നാമതായി ഖുർആനിലുള്ള സംഗതി എന്താന്ന് നോക്കുക. നമ്മള് ഖുർആനൻ അറബിയൻ, ഈ പരിശുദ്ധ ഖുർആനിലുള്ള സംഗതികൾ എന്തൊക്കെയാ? ഖുർആനില് ഡയലോഗുകളുണ്ട്, സംവദിക്കുന്നുണ്ട്, ചോദ്യോത്തരങ്ങളുണ്ട്, സംവാദങ്ങളുണ്ട്. അങ്ങനെ ആ രൂപത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവർ നിങ്ങളോട് ചോദിക്കുന്നു, പ്രവാചകരെ, യസ്അലൂനക ഖുൽ, അവരോട് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പറയുന്ന വളരെ സുന്ദരമായ ഒരു രീതി ഖുർആനിൽ കാണാം. ഇത് വായനക്കാരായ ആളുകൾക്ക് അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. അവർ നിന്നോട് ചോദിക്കുന്നു, അതിന് മറുപടി പറഞ്ഞു കൊടുക്കൂ എന്നുള്ള രൂപത്തിലുണ്ട്. നാലാമതായുള്ളത് വളരെ ലോജിക്കലായിട്ടുള്ള, യുക്തിപരമായിട്ടുള്ള വിശദീകരണങ്ങൾ. അതെന്താ? പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ നോക്കൂ, ആകാശത്തേക്ക് നോക്കൂ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ നോക്കുന്നില്ലേ? ഭൂമിയെ സംബന്ധിച്ച്, ആകാശത്തെ സംബന്ധിച്ച്, മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച്, മഴയെ കുറിച്ച് ഒക്കെ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ വലിയ വലിയ ചിന്തകന്മാരുടെ ചിന്തകളെ തട്ടിയുണർത്തുന്ന രൂപത്തിൽ ഈ പ്രപഞ്ചത്തിലെ ഒരുപാട് വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഖുർആൻ അള്ളാഹുവിന്റെ ഏകത്വത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലൂടെ ശ്രമിക്കുന്നുണ്ട്. അഞ്ചാമതായി ഇതിലിങ്ങനെ പല കാര്യങ്ങളും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വല്ലാത്തൊരു സ്റ്റൈലാണത്. എന്താണത്? പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇങ്ങനെ ആവർത്തിക്കുന്നത്. പരലോകം മറന്നു പോകരുത്, വീണ്ടും വീണ്ടും ആവർത്തിക്കുക. അള്ളാഹുവിന്റെ കരുണ, റഹ്മത്ത്, അതൊരിക്കലും മറന്നു പോകരുത്. അള്ളാഹുവിന്റെ നീതിയെ സംബന്ധിച്ച് പൂർണ്ണമായ ബോധ്യം വേണം. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ പല സൂറത്തുകളിലായി പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പല ആശയങ്ങളും മനസ്സിൽ ആഴത്തിൽ പതിയാനാ. മറന്നു പോകരുത്, വിട്ടുപോകരുത്. ഓരോ തവണ ഈ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോഴും പക്ഷെ ഖുർആനിൽ നമ്മൾ കാണുന്ന ഒരു പുതിയ വശമുണ്ട്. അതെന്താ അറിയോ?
ഓരോ പുതിയ ഓരോ സംഗതിയും ആവർത്തിക്കുമ്പോ പഴയത് അങ്ങനെ തന്നെ പറയല്ല ചെയ്യുന്നത്. ആ ആവർത്തനത്തിലുമുണ്ട് ഒരു സുഖം, ആ ആവർത്തനത്തിലുമുണ്ട് ഒരു വശ്യത, ആ ആവർത്തനത്തിലുമുണ്ട് പ്രത്യേകതകൾ. നേരത്തെ പറഞ്ഞത് അങ്ങനെ തന്നെ പറയുകയല്ല, മറ്റൊരു രൂപത്തിൽ അതിങ്ങനെ എടുത്തു പറയുമ്പോ പരിശുദ്ധ ഖുർആനിലെ ആ ആവർത്തനങ്ങൾ പോലും ഭംഗിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. മറ്റൊന്ന് എന്താണെന്നറിയോ? ദൃശ്യാവിഷ്കാരം എന്ന് പറയുക. ചില സംഗതികളൊക്കെ ഖുർആൻ വിശദീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പരലോകം, സ്വർഗം, നരകം എന്നിവയെ സംബന്ധിച്ചൊക്കെ വിശദീകരിക്കുമ്പോ അവയൊക്കെ നേരിട്ട് കാണുന്നത് പോലെ തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങളാണ് ഖുർആൻ എടുത്തുപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഭാവന, ഖുർആൻ വായിക്കുന്ന ആളുകളുടെ ഭാവനയെ സ്വാധീനിക്കുന്ന തരത്തിലാണ് ഖുർആൻ ഇങ്ങനെ ദൃശ്യാവിഷ്കാരം എന്നോണമാണ് പല കാര്യങ്ങളും വിശദീകരിക്കുന്നത്. പിന്നെന്താണ് ഖുർആനിലുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ആയത്ത് തന്നെ ഒരുപാട് അതിന്റെ ഓരോ പദങ്ങളും എടുത്തുകൊണ്ട് നമ്മൾ പ്രത്യേകം വിശദീകരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരായത്തായിട്ടാണ് മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറയുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ ഖുർആനിലുള്ളത് നിയമങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്, അത്തരത്തിലുള്ള ശൈലിയിൽ അവതരിച്ച ആയത്തുകളുണ്ട്. പ്രത്യേകിച്ച് മദീനയിൽ ഇറങ്ങിയ സൂറകളിൽ കൂടുതലായും കാണപ്പെടുന്നത് നിയമങ്ങളാണ്, ആജ്ഞകളാണ്. കാരണം അത് ഉദാഹരണം പിന്നെ വിവാഹം, അനന്തരാവകാശം, ശിക്ഷാ നിയമങ്ങള്, അങ്ങനെ ഗാംഭീര്യമുള്ളതായ ശൈലിയിൽ തന്നെ വിശദീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നിയമങ്ങളെ സംബന്ധിച്ച് ഖുർആൻ കൃത്യമായി വിശദീകരിച്ചിരുന്നുണ്ട്. പിന്നെ ഖുർആന്റെ അതിന്റെ ഒരു രൂപമുണ്ടല്ലോ, അതിന്റെ ഒരു ശൈലി ഉണ്ടല്ലോ. അതിനുള്ള എന്താ ഇതിന്റെ ശൈലി എന്ന് പറയുന്നത്? ഖുർആൻ ഒരു കാവ്യാത്മകമായ ഗദ്യമാണോ? അല്ല. പദ്യമാണോ? അല്ല. രണ്ടും കൂടെ കൂടിക്കലർന്ന ഒരു കവിതയല്ലെങ്കിലും അതിന്റെ വചനങ്ങളിൽ ഒരു പ്രത്യേകമായ ഒരു താളമുണ്ട്, ഇല്ലേ? പാരായണം ചെയ്യുമ്പോ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുമ്പോ, അങ്ങനെ ഓരോ സൂറകളും പാരായണം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖല്ലേ? ഒരു കാവ്യാത്മകമായ ഒരു താളത്തോടു കൂടിയുള്ള കവിതയല്ല, അതേപോലെ ഗദ്യമല്ല. അതിനിടയ്ക്കുള്ള പ്രത്യേകമായ ഒരു ശൈലിയിൽ ഉള്ള ഈ ഒരു അവതരണം, ഇത് മനപ്പാടാക്കാനും കേൾക്കാനും ഒക്കെ വളരെ ലളിതവും മനോഹരവുമായ രൂപത്തിൽ ഖുർആൻ അങ്ങനെയും അവതരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ അതുകൊണ്ട് അവസാനിപ്പിക്കല്ല ഞാൻ. ഖുർആനിൽ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞപ്പോ ചില വിഷയങ്ങളിലൂടെ വിശദീകരിച്ചു എന്ന് മാത്രം. ഈ അറബി ഭാഷ എന്ന് പറയുന്നത്, അറബി ഭാഷയിൽ ആണ് ഖുർആൻ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ നോക്കിയാലും സാഹിത്യത്തിന്റെ ആ ഒരു ഭാഗത്ത് നോക്കിയാൽ, ലോകത്തുള്ള സാഹിത്യങ്ങളെ ഒക്കെ എടുത്ത് മുന്നിൽ വെച്ച് നോക്കിയാലും അറബി ഭാഷ എന്നത് ഏറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിനുള്ള ഒരു പദം ഒരു പക്ഷേ നമ്മൾ മലയാളത്തിലേക്ക് വിശദീകരിക്കുമ്പോൾ എടുത്തു പറയുമ്പോ കുറേയേറെ പറയേണ്ടതായിട്ട് വരും. ഖുർആനിൽ ഉള്ള ഒരു പദം, ആ പദത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് നമ്മൾ മലയാള ഭാഷയിൽ വിശദീകരിക്കുമ്പോ ഒരുപാട് പറയേണ്ടതായിട്ട് വരും. അത്ര പ്രഗത്ഭമാണ് അറബി ഭാഷയിലെ പല വാക്കുകളും. അതുകൊണ്ട് തന്നെ ഖുർആൻ അറബിയൻ, അറബി ഭാഷയിൽ ഖുർആൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, ഇറക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഏറെ പ്രത്യേകത അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഖുർആന്റെ സന്ദേശം ലോകത്തിന് ആകമാനമായതുകൊണ്ട് അതൊരു മറ്റൊരു ഭാഷയിലായിരിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ആ ഭാഷ ഏതായിരിക്കണം എന്നൊരു ചർച്ച ഉണ്ടാകും. അവിടെയാണ് അറബിയും മറ്റു ഭാഷകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അറബി ഭാഷയുടെ പ്രത്യേകത കാണുന്നത്. ഖുർആന്റെ സന്ദേശങ്ങൾക്ക് പ്രചാരം സിദ്ധിച്ച നാടുകളിലെല്ലാം അറബി ഭാഷയ്ക്ക് പ്രചാരമുണ്ടായി തീർന്നിരിക്കുന്നു എന്നതും കൂടെ പ്രത്യേകമായ ഒരു കാര്യമാണ്. ഖുർആൻ എവിടെയൊക്കെ എത്തിപ്പെട്ടോ അവിടങ്ങളിലൊക്കെ തന്നെ അറബി ഭാഷയ്ക്ക് പ്രചാരമുണ്ടായിട്ടുണ്ട്. പല നാടുകളും അവിടെ അറബി ഭാഷ അവരുടെ സ്വന്തം ഭാഷയായി തന്നെ, അവർക്ക് ചില ഭാഷകളുണ്ട് നാട്ടിൽ, പക്ഷെ അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഖുർആനിന്റെ ഭാഷയെ, അറബി ഭാഷയെ മാതൃഭാഷയായി സ്വീകരിക്കുക കൂടി ചെയ്ത ഒട്ടേറെ രാജ്യങ്ങളുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുക. ഇനി കൂടെ പറഞ്ഞു പോകല്ല,
ഇത് ഏകദേശം 25 കോടിയിലധികം ആളുകൾ ഇന്ന് മാതൃഭാഷയായി സംസാരിക്കുന്നുണ്ട് അറബി. ലോകത്തെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന 4ാമത്തെ ഭാഷയാണ് അറബി എന്ന് പറയുന്നത്, അല്ലെ? മിഡിൽ ഈസ്റ്റിലെയും വടക്കൻ ആഫ്രിക്കയിലെയും 20-ലധികം രാജ്യങ്ങളുടെ ഔദ്യോഗികമായ ഭാഷ കൂടിയാണ് അറബി എന്ന് പറയുന്നത്. ഈ അറബി ഭാഷക്ക് 3 രൂപങ്ങളാണുള്ളത്. ഒന്ന് ക്ലാസിക്കൽ അറബി എന്ന് പറയാ. അതെന്താ? വിശുദ്ധ ഖുർആനിലും അതേപോലെ പുരാതനമായ സാഹിത്യങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന ആ ഭാഷ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ പുസ്തകങ്ങളിൽ ഉപയോഗിക്കുന്ന ഈ മോഡേൺ സ്റ്റാൻഡേർഡ് അറബി എന്ന് പറയുന്ന ആ അറബിയല്ല. പത്രങ്ങളിലും റേഡിയോയിലും ഔദ്യോഗിക രേഖകളിലും ഒക്കെ വരുന്ന ആ അറബി രൂപമല്ല വിശുദ്ധ ഖുർആനിലുള്ളത്. അപ്പൊ ഖുർആനിലുള്ള അറബി ശൈലി എന്ന് പറയുന്നത് ഒന്ന് പ്രത്യേകമാണ്. പത്രങ്ങളിലും റേഡിയോയിലൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് അറബി എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതേപോലെ പ്രാദേശികമായി സംസാരിക്കുന്ന ഓരോ രാജ്യത്തും സംസാരിക്കുന്ന പ്രാദേശിക ശൈലികൾ എന്ന് പറയുന്നത് അത് പ്രത്യേകമാണ്. ഗൾഫിലുള്ള അറബിയല്ല, ഈജിപ്ഷ്യൻ അറബി എന്ന് പറയുന്നത് ഓരോന്നും വ്യത്യസ്തമാണ്. ആ അറബി സംസാരവും ശൈലിയും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള അറബി ഭാഷ 3 രൂപത്തിലാണ് കാണപ്പെടുന്നത്. അതിൽ ഏറ്റവും മെച്ചപ്പെട്ട, ഏറ്റവും വിശുദ്ധമായ, ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ശൈലിയാണ് ഖുർആൻ എടുത്തുപയോഗിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ അറബി എന്ന് പറയുന്നത്. ഇനി നോക്കുമ്പോ ഇതിന്റെ മറ്റു വിശദീകരണങ്ങളിലേക്ക് പോകാനുള്ള സമയമല്ല. ഇതിന്റെ അള്ളാഹുവിൽ നിന്നാണ് ഖുർആൻ അറബിയൻ അൻസൽനാഹു, നമ്മളാണ് അതിനെ ഇറക്കിയിരിക്കുന്നത്. ഇവിടെ മനുഷ്യനിർമ്മിത നിയമങ്ങൾ ഒരുപാടുണ്ട്, ഇല്ലേ? പക്ഷെ അതൊക്കെ പരിമിതമാണ്. കാരണം അതൊക്കെ വർത്തമാനകാലത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രം അടിസ്ഥാനമാക്കിയുള്ള നിയമങ്ങളാണ് ഓരോ ലോകത്തും ഓരോ കാലത്തും നിർമ്മിക്കപ്പെടുന്നത്. ഭാവിയിലുള്ള മാറ്റങ്ങളെ കുറിച്ച് അവരൊക്കെ അജ്ഞാതരാണ്. അതുകൊണ്ട് തന്നെ അതിന് പരിമിതികളുണ്ട്. എന്നാൽ ഇവിടെ അൻസൽനാഹു, നാം ഇറക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമ്പോ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നുള്ള നിയമം മനുഷ്യന്റെ ഇച്ഛകൾക്കോ പരിമിതികൾക്കോ ഒക്കെ അതീതമാണ്. ആ നിലക്കാണ് ഖുർആനിലുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു പലപ്പോഴും പറയുന്നത് ഖുൽ തആലൗ എന്ന് പറയും. തആലൗ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ വരൂ എന്നാണ്. പക്ഷെ ആ വാക്കിന്റെ മറ്റൊരർത്ഥം എന്താണെന്നറിയോ? തആലൗ എന്ന് പറഞ്ഞാൽ എന്താ? അല എന്ന് പറഞ്ഞാൽ മേലെ എന്നല്ലേ? തആലൗ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉന്നതരാകൂ എന്നൊരർത്ഥം കൂടെ അതിനുണ്ട്. കേട്ടകള്, ഖുർആൻ നമ്മൾ വിളിച്ചിരിക്കുന്നത് തആലൗ എന്നാണ്. നിങ്ങൾ വരൂ, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചിരിക്കുന്നത്. വരൂ എന്നാണ് വാക്കിനർത്ഥം. പക്ഷെ അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ ഉന്നതരാകൂ എന്നാണ്. പരിശുദ്ധ ഖുർആനിലേക്ക് വന്ന് നിങ്ങൾ ഏറ്റവും ഉന്നതി പ്രാപിച്ച ഉന്നതരായ ആളുകളായി തീരും. അൻതുമുൽ അഅലൗന എന്ന് പറയില്ലേ? അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉന്നതരായ ആളുകൾ എന്ന് പറയുന്നതാ. ഭൂമിയിലെ ഇടുങ്ങിയ നിയമങ്ങളിൽ നിന്ന് മാറി അള്ളാഹുവിന്റെ അതിവിശാലമായ നീതിബോധത്തിലേക്ക് ഉയരാൻ വേണ്ടി ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നു എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഖുർആന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകാൻ. ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യപ്പെടുന്നതാണ്. ഖുർആനിനെ അള്ളാഹു വിളിച്ചിരിക്കുന്നത് ഇവിടെ ഖുർആൻ എന്ന് പേര് പറഞ്ഞുകൊണ്ടാ. എന്നാൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞെടുത്തെന്താ ഖുർആന്റെ പേര് വിളിച്ചത്? കിതാബ് എന്നാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ? കതബാന്ന് എഴുതിയെന്നാണ്. കിതാബ് എഴുതപ്പെട്ടത് എന്നാണ്. അപ്പൊ എന്തൊക്കെ പേര് പറഞ്ഞു? പാരായണം ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞു. പാരായണം ചെയ്യപ്പെടുന്നത് ഖുർആന്റെ പേര് വിളിച്ചു. പിന്നെന്ത് വിളിച്ചു? എഴുതപ്പെട്ടത് എന്ന് ഖുർആൻ അല്ലാഹു പേര് വിളിച്ചു. എന്തിനാണ് ഇത്? അത് ഒരേ സമയം ഹൃദയങ്ങളിൽ മനഃപ്പാഠമാണ്. ഖുർആനൻ പാരായണം ചെയ്ത് ഹൃദയങ്ങളിൽ മനഃപ്പാഠമാക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. പിന്നെന്താ? താളുകളിൽ, പേപ്പറുകളിൽ, വിവിധ ഇടങ്ങളിൽ അത് ലിഖിതമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട്, എഴുതി സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഖുർആൻ എന്ന് പറയുമ്പോ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ട് മനഃപ്പാഠമാക്കിക്കൊണ്ട് ഖുർആൻ എവിടെ സൂക്ഷിക്കുന്നുണ്ട്? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അത് സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
നമ്മൾ അതിനെ സൂക്ഷിക്കുന്നതാണ്. പിന്നെ എങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്? കിതാബൻ, അത് കിതാബാണ്, എഴുതപ്പെട്ടതാണ്. വിവിധ ഇടങ്ങളിൽ കൃത്യമായി ലിഖിതമായി എഴുതി വെച്ചുകൊണ്ടും അള്ളാഹു അതിനെ സംരക്ഷിച്ചിരിക്കുന്നു. ഈ രണ്ട് പദങ്ങൾ മാത്രം മതി നമുക്ക് ഇന്ന് ക്ലാസ് സംസാരിക്കാൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ട് ഹൃദയങ്ങളിൽ മനഃപ്പാഠമാക്കപ്പെട്ടുകൊണ്ട് സൂക്ഷിക്കുന്നത്, അതേപോലെ വിവിധയിടങ്ങളിൽ ലിഖിതമായി എഴുതപ്പെട്ടുകൊണ്ട് അള്ളാഹു ഇതിനെ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം എന്നുകൂടെ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ട സംഗതി. ഇനി ഉണ്ട് അതിന്റെ അത്ഭുതങ്ങളിലേക്ക് പോകുമ്പോ വസറഫിന ഫീഹി മിനൽ വഈദി എന്നൊക്കെ പറഞ്ഞ ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച അത്ഭുതം തോന്നും. ഇതിന്റെ ഈ സമയം അവസാനിച്ചാൽ ക്ലാസ് അവസാനിക്കുന്നതാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ പരസ്പരം ഉൾപ്പെടുത്തുക. അള്ളാഹു നമ്മുടെ സ്വാലിഹായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുമാറാകട്ടെ. ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തതിനുള്ള പ്രത്യേക നന്ദി എല്ലാവരും അറിയിക്കുകയാണ്. എല്ലാവർക്കും അള്ളാഹു അതിന്റെ പേരിൽ പ്രത്യേകമായ ബർക്കത്തും റഹ്മത്തും ഒക്കെ നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഇത് വെളിച്ചമായി തെളിച്ചമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ എന്ന് അതിന്റെ ഇടയിൽ വെച്ച് തന്നെ പ്രാർത്ഥിക്കുകയാണ്. കാരണം നമുക്കതിന് ഈ ക്ലാസ് അവസാനിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയേണ്ടതായിട്ടുണ്ട്. ഖുർആന്റെ ആശയം, ഈ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ലോകമെങ്ങും എത്തിക്കേണ്ട ആളുകൾ ഈ ആശയത്തിന്റെ ഭാഷ അറിയേണ്ട ആളുകളായിരിക്കണ്ടേ. ഖുർആൻ അറബിയിലാണ് എന്ന് പറയുമ്പോ ഖുർആൻ നമുക്ക് ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് മുഴുവൻ എത്തിച്ചു കൊടുക്കേണ്ടതല്ലേ നമ്മുടെ ഓരോരുത്തരും? നമുക്കതിന് ഉത്തരവാദിത്തങ്ങളില്ലേ? അപ്പൊ നമ്മള് ചെയ്യേണ്ട കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഖുർആൻ പഠിച്ചു പോകുമ്പോ, ഓതി പോകുമ്പോ ഈ ഭാഷ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിന്റെ പ്രത്യേകതകൾ നമ്മൾ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യണം എന്നതിനാലാണ് ഇങ്ങനെ ഒരു വിശദീകരണത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ശ്രമം നമ്മളെല്ലാവരുടെയും ഭാഗങ്ങളിൽ, നമ്മളെല്ലാവരുടെയും ആ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർപ്പെടുത്തുകയും. ഇപ്പൊ നമ്മൾ ഭാഷയെ സംബന്ധിച്ച് പറഞ്ഞു. ഖുർആന്റെ പ്രത്യേകത ഇങ്ങനെ ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? അതിൽ മാത്രം പരിമിതമായ ഒന്നല്ല. അക്ഷരജ്ഞാനമില്ലാത്തൊരു സമൂഹത്തെ ലോകത്തെ വൻ ശക്തികളായ പേർഷ്യൻ, റോമൻ സാമ്രാജ്യങ്ങളെക്കാൾ ഉന്നതമായ ഒരു നാഗരികതയായി മാറ്റിയ ഖുർആനിന്റെ നിയമസംഹിത ഒരു അത്ഭുതമല്ലേ? ഖുർആന്റെ ഭാഷ മാത്രമാണ് അത്ഭുതം അല്ല. അക്ഷരജ്ഞാനമില്ലാത്തൊരു സമൂഹത്തെ ലോകത്തെ വലിയ ശക്തികളാക്കി മാറ്റി. ആരേക്കാൾ? പേർഷ്യക്കാരേക്കാൾ, റോമൻ സാമ്രാജ്യക്കാരേക്കാളൊക്കെ ഉന്നതമായ നാഗരികതയായി മാറ്റാൻ ഖുർആനെ കൊണ്ട് സാധിച്ചു എന്നത് ഖുർആന്റെ മറ്റൊരു മാനുഷികതയല്ലേ? ഖുർആന്റെ മറ്റൊരു മുഅ്ജിസത്തല്ലേ? അതെ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പരാമർശിച്ച ശാസ്ത്ര സത്യങ്ങൾ, ആധുനിക വിജ്ഞാന ശാഖകൾ ഇന്ന് ശരിവെക്കുന്നു എന്നത് മറ്റൊരു അത്ഭുതമല്ലേ? മറ്റൊരു മുഅ്ജിസത്തല്ലേ? ആണ്. ഖുർആന്റെ ഭാഷ അത്ഭുതമാണ്. ഖുർആൻ അന്നുണ്ടാക്കിയ പരിവർത്തനങ്ങൾ വളരെ അത്ഭുതമാണ്. ഖുർആന്റെ ആശയങ്ങൾ ഇന്ന് ലോകത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ഇന്ന് ലോകം ശരിവെച്ചുകൊണ്ടിരിക്കുന്ന സത്യങ്ങളാണ് എന്ന് തിരിച്ചറിയുമ്പോ അതിലും വലിയ അത്ഭുതങ്ങളാണ്. അപ്പോ വ്യത്യസ്തമായ മുഅ്ജിസത്തുകളാണ് നമ്മൾ ഈ ഖുർആനിലൂടെ കാണുന്നത്. ഈ വശങ്ങൾ അറബിയല്ലാത്ത ആളുകൾക്കും ഖുർആനെ ഒരു ദിവ്യ സന്ദേശമായി ഉൾക്കൊള്ളാനുള്ള പ്രേരണയാണ് ഖുർആൻ നൽകുന്നത്. എന്ത്? ഖുർആൻ പഴയകാലത്ത് ഉണ്ടാക്കിയ വലിയ വലിയ മാറ്റങ്ങൾ, അതേപോലെ ഇന്ന് ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഒരുപാട് ശാസ്ത്ര സത്യങ്ങൾ, ആധുനിക വിജ്ഞാന ശാഖകൾ എല്ലാം ശരിവെക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളൊക്കെ നമ്മൾ കാണുമ്പോ ഇതൊക്കെ വല്ലാത്ത അത്ഭുതങ്ങളാണ്. ആളുകൾക്ക് ഇതിലേക്ക്, പരിശുദ്ധ ഖുർആനിലേക്ക് ഇറങ്ങി വരണം, അന്വേഷിക്കണം എന്ന ചിന്ത അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു എന്നുകൂടെ ബോധ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു, ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ് താക്കീതുകളിലെ വൈവിധ്യം.